ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഒരു പ്രധാന എലിമെന്റ് ഉണ്ട്, അതാണ് സ്ക്രിപ്റ്റും സ്ട്രോക്സും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് ചെറുപ്പമായിരിക്കുമ്പോൾ മുതൽ അയാളുടെ ഉള്ളിൽ കിടക്കും ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. തലയിലെഴുത്തെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്. ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുന്ന പെണ്ണിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. കാരണം ആ കൊച്ചിന്റെ തലയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ചൊവ്വാദോഷമുണ്ട്, ഒരുമാതിരി കല്യാണങ്ങളൊന്നും നടക്കില്ല എന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു കല്യാണാലോചന എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് അവർ നടക്കില്ല എന്ന വിചാരത്തിലാണ്, ഒരു ഹോപ്പോട് കൂടിയിട്ടല്ല, പ്രതീക്ഷയോട് കൂടിയിട്ടല്ല, നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ പ്രപ്പോസലിനെ അവർ പരിഗണിക്കുന്നത്. അപ്പൊ അത് നടക്കാതെ പോകും. അതുപോലെ രാജയോഗം ഉള്ള കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജയോഗം ഉണ്ടെന്ന് ആ കൊച്ചിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൊച്ചു പെരുമാറി വരുമ്പോഴത്തേക്കും ഒരു രാജാവിന്റെ രീതിയിൽ, ഒരു ലീഡറിന്റെ രീതിയിൽ പെരുമാറണമെന്ന് ആ കൊച്ചിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൊച്ചിന്റെ പെരുമാറ്റത്തില് ഈ രാജയോഗമുള്ള ആളായിട്ട് അത് പെരുമാറാൻ അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ സ്ക്രിപ്റ്റ് മോശമാകാം, നല്ലതാകാം. മോശം സ്ക്രിപ്റ്റ് ആണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് അറിഞ്ഞിരുന്നാൽ, ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ മോശം സ്ക്രിപ്റ്റിനെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. അതിനുപയോഗിക്കാവുന്ന സാധനമാണ് സ്ട്രോക്ക്. അതിന് മാത്രമല്ല, നമ്മൾ അറിയാതെ കൊടുക്കുന്ന സ്ട്രോക്കുകൾ പോലും ചില ആൾക്കാരുടെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ആയിട്ട് വരും. നീ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നിങ്ങനെ നമ്മൾ പല പ്രാവശ്യം കമന്റ് കൊടുത്തുകൊണ്ടിരുന്ന അതെല്ലാം നെഗറ്റീവ് സ്ട്രോക്കാണ്. പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അയാൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. അത് അയാളുടെ തലയിലെഴുത്താം, എന്നെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല എന്നുള്ളത്. അതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് അയാളുടെ തലയിലോട്ട് കയറും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്ക് ഒരാളുടെ സ്ക്രിപ്റ്റ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ സ്ക്രിപ്റ്റിനെ നല്ല സ്ട്രോക്കുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, സ്ട്രോക്ക് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചെടുക്കാൻ പറ്റും. ഓരോരുത്തരെയും കാണുമ്പോൾ അയാളോടൊരു ഹലോ പറയുന്നതും അയാളുടെ വേഷം നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്, നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് പറയുന്നതും ഒക്കെ അയാൾക്ക് കൊടുക്കുന്ന പോസിറ്റീവാണ്. എനിക്ക് എപ്പോഴും ആൾക്കാർ ധാരാളം പോസിറ്റീവ് സ്ട്രോക്ക് വരും. അങ്കിൾ എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഐ ഹാവ് ടു ബിക്കം ഹാപ്പി. കാരണം ഇവരെല്ലാം തന്നിരിക്കുന്ന സ്ട്രോക്ക് അങ്കിൾ ഹാപ്പി പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് സങ്കടമുള്ള ഒരാളായിട്ടിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം എവരി വൺ ഹാസ് പുട്ട് എ പോസിറ്റീവ് സ്ട്രോക്ക് ഇൻ ടു മീ ദാറ്റ് ഐ ആം എ ഹാപ്പി പേഴ്സൺ. So I am bound to behave as a happy person, and I started becoming a happy person because of the positive strokes. ഇനി നെഗറ്റീവ് സ്ട്രോക്ക് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് അത് ബോധ്യമായി കഴിയുമ്പം തന്നെത്താൻ കൊടുക്കാവുന്ന ഒരു സാധനം. ബാക്കി ആരും സ്ട്രോക്ക് തരാൻ വേണ്ടിയിട്ടില്ല, വേണ്ടപ്പെട്ട ആരുമില്ല അയാളെ ഒന്ന് പുന്നായിരിക്കാൻ, അയാളോട് സാരമില്ല മോനെ, സാരമില്ല കുഞ്ഞെന്ന് പറയാൻ ആരുമില്ല. തന്നെത്താൻ വേണമെങ്കിലും കൊടുക്കാം പോസിറ്റീവ് സ്ട്രോക്ക്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, I am going to change it. I am going to change it. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, അമ്മയുമായിട്ട് ഭയങ്കര വഴക്കാണ്. അപ്പൊ അമ്മയുടെ വഴക്കിന്റെ കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. എൻ്റെ അമ്മ ഈ പുസ്തകം മുഴുവൻ വായിച്ചു, എന്നിട്ടും എൻ്റെ അമ്മ നന്നായില്ലല്ലോ. അപ്പൊ എന്നിട്ട് അമ്മ നന്നാകാത്തത് എന്താ, ഈ പുസ്തകത്തിനകത്തുള്ള ഒന്ന് ശരിയാകാഞ്ഞിട്ടാണെന്ന് അറിയാൻ അവരും പുസ്തകം വായിച്ചു. അവരും വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിനകത്ത് നന്നാകാനുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്, എന്താ അമ്മ നന്നാകാത്തത്? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ നന്നാകാത്തത്? ഞാൻ ഇതിനകത്ത് ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് സ്ട്രോക്ക് ആണത്. മൈ മമ്മി ഈസ് വെരി ഗുഡ്, മൈ മമ്മി ഈസ് ദ ബെസ്റ്റ് മമ്മി, ഐ ലവ് മൈ മമ്മി. നിങ്ങൾ ദിവസവും അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി വിത്ത് യുവർ മദർ. ഇത് ഓട്ടോ സജഷൻ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മാറ്റം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനോട് എങ്ങനെയെങ്കിലും ഇഷ്ടം കൂടണമെങ്കിൽ, അയാളെ ടോളറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു ലവ് ദിസ് പേഴ്സൺ, ഐ ലവ് ദിസ് പേഴ്സൺ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആളിനോടും നമുക്ക് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കാരണം കൂടാതെ നമുക്ക് ചില ആൾക്കാരെ ഇഷ്ടപ്പെടാൻ പറ്റത്തേ ഇല്ല. അയാളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ അയാളെ ഒരു തരത്തിലും എനിക്ക് ടോളറേറ്റ് ഇല്ല, ഐ ഹേറ്റ് ദാറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വെച്ചിട്ട് ഞാനിവിടെ ഇരിക്കും. എനിക്ക് പിന്നെ അയാളുടെ കൂട്ടത്തിൽ ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യേണ്ടത് എനിക്ക് ജോലി ചെയ്യാൻ ഇയാളുടെ കൂട്ടത്തിൽ പോകണം. ഐ ആം ഗോയിങ് ടു മാനേജ് ദിസ് പേഴ്സൺ, ഐ ആം ഗോയിങ് ടു ടോളറേറ്റ് ദിസ് പേഴ്സൺ, ഐ ക്യാൻ ടോളറേറ്റ് ഹിം, ഐ ക്യാൻ ടോളറേറ്റ് ഹെർ. ഇങ്ങനെ ഞാൻ ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര ഇടപെടാൻ പറ്റാത്ത ആളിൻ്റെ കൂട്ടത്തിലും ഇടപെട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ക്രിപ്റ്റും സ്ട്രോക്കും വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. സ്ട്രോക്ക് എന്ന് പറയുന്നത് കൊടുക്കാൻ നമ്മൾ യാതൊരു പിശുക്കും കാണിക്കരുത്. സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്
നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ധാരാളം പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഗുണം വേറെ ആർക്കുമല്ല, നമുക്ക് തന്നെയാണ്. ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തിരിച്ച് പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് കിട്ടും. ഇൻ കേസ് അയാളുടെ നിന്ന് നെഗറ്റീവ് സ്ട്രോക്കാണ് കിട്ടുന്നതെങ്കിലും ഇതെനിക്ക് സാരമില്ല എന്ന് ഞാൻ തിരിച്ച് ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. സോ എൻ്റെ ലൈഫ് അസ്വസ്ഥതകളില്ലാതെ. അങ്കിൾ, ഈ ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ടൈമാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്കിൾ അതെന്താണ്, അതെങ്ങനെയാണ് ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ അങ്കിൾ പ്രസൻറ്റ് ചെയ്യുന്നത്? ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ മറ്റ് ജീവികളെയും മറ്റ് മനുഷ്യരെയും കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൂത്രമാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്. നമ്മൾ മനുഷ്യനായാലും ഒരു ജന്തു ആയാലും ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ രണ്ട് ഉദ്ദേശമേ ഉള്ളൂ. ഒന്ന്, നല്ലത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ. രണ്ടാമത്തേത്, മോശം എന്തെങ്കിലും സംഭവിക്കരുത് എന്നുള്ള മുൻകരുതൽ. നമ്മുടെ അനുഭവത്തിൽ നിന്ന് വിശക്കുമ്പം ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഭക്ഷണം കിട്ടാൻ വേണ്ടി വിശന്നിരിക്കുന്ന ആള് എന്തും ചെയ്യാൻ തയ്യാറാകും. മൃഗങ്ങളെ നോക്കുക, അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ഭക്ഷണം കൊടുക്കുമെന്നുണ്ടെങ്കിൽ ആ മൃഗത്തിനറിയാം ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. അതിൻ്റെ ജന്തു സ്വഭാവം വെച്ചിട്ടാണ്. മനുഷ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്നത് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പ്രിൻസിപ്പിൾ പ്രകാരം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വേണ്ട വിധത്തിൽ ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടും. വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശമ്പളം കട്ട് ചെയ്യും. മനുഷ്യൻ സ്വയം നിയന്ത്രിക്കാനും പഠിച്ചതും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പഠിച്ചതും ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പ്രിൻസിപ്പിളിന്റെ പേരിൽ. അതൊരു പ്രിൻസിപ്പിളായിട്ട് പഠിച്ചിട്ടല്ല, അവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ്. ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതുപോലെ പ്രവർത്തിക്കും. സർക്കസിൽ റിംഗ് മാസ്റ്റർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സിംഹത്തെ കൊണ്ട് ചാടിച്ചു കഴിയുമ്പോൾ സിംഹത്തിന് ഒരു കഷ്ണം ഇറച്ചി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ മുയലിനെ ആണെന്നുണ്ടെങ്കിൽ മുയലിന് ലിറ്ററലി ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കും. മുയലിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ക്യാരറ്റ്. അപ്പം മുയലിന് ആവശ്യമായിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് മുയലിനോട് പറയുന്ന പണികൾ മുയൽ ചെയ്ത് വെച്ചിട്ട് വന്ന് ക്യാരറ്റ് തിന്നാൻ വേണ്ടി ഒന്ന് വാങ്ങും. മനുഷ്യനും അതുപോലെ തന്നെയാണ്. അപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനവും മനുഷ്യന് ആവശ്യമുള്ള ഒരു ക്യാരറ്റാണ്. ഇത് നമ്മൾ മറന്നുപോകും. നമ്മൾ രൂപയും ഭക്ഷണവും മാത്രമാണ് ക്യാരറ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അല്ല, നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് സ്ട്രോക്ക്, ആ പോസിറ്റീവ് സ്ട്രോക്കും ഒരു ക്യാരറ്റാണ്. ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ അവിടെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനം, പങ്കാളിക്കും കുടുംബത്തിലുള്ള ബാക്കി കുടുംബാംഗങ്ങൾക്കും നമ്മൾ കൊടുക്കാൻ മറന്നു പോകുന്ന ക്യാരറ്റാണ് അവർക്ക് വേണ്ടിയ പോസിറ്റീവ് സ്ട്രോക്കുകൾ. അവർക്കൊരു അംഗീകാരം, ഒരു അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നല്ലത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രവൃത്തിയെ നമ്മളൊന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്കത് വളരെ വലിയ വിലയേറിയ ഒരു പ്രതിഫലമാണ്. എല്ലാ പ്രതിഫലവും രൂപയിൽ മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രമല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുന്നു. സോ ക്യാരറ്റ് വിഷമിപ്പിച്ച് നിൽക്കുന്ന ഒരാളിനെ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുള്ള ആളിന് പറ്റിയ ഒരു ക്യാരറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള എന്തെങ്കിലും കാര്യം, അന്യായമായതല്ല ന്യായമായ കാര്യം ചെയ്യിച്ചെടുക്കാൻ സാധിക്കും. സോ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പ്രിൻസിപ്പിൾ മറക്കരുത്. when it is difficult for you to get something out of a person, you find an appropriate carrot, then he will be inclined to do your bit. സ്റ്റിക്ക് എന്ന് പറയുന്നത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും. പലപ്പോഴും ആൾക്കാർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റിക്ക്, ഭീഷണി. പക്ഷെ ആ സ്റ്റിക്ക് എല്ലാ സമയത്തും വർക്ക് ചെയ്യില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. സ്റ്റിക്ക് അവിടെ ഇരിക്കണം, പക്ഷെ അതൊരിക്കൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരറ്റ് കൊണ്ട് കാര്യം നടക്കത്തില്ല. സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് അവിടെ എപ്പോഴും നിൽക്കണം, എടുത്ത് ചാടിക്കയറി ഉപയോഗിക്കാവുന്നതല്ല. ക്യാരറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ സ്റ്റിക്ക് അങ്ങേയറ്റം തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് സ്റ്റിക്ക് എന്ന് പറയുന്നത്.